അപ്പോൾ പാലക്കാട്ടുകാരൻ്റെ ഈ പാമ്പാട വറുത്തത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് തരണം കേട്ടോ. കാരണം ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. സ്കിപ്പ് അടിക്കണ്ട, വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ അടുത്ത വീഡിയോ എന്ത് വേണമെന്ന്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യാം. ദിവസം ഓരോ കണ്ടൻറ്റ് തപ്പി പിടിച്ച് വീഡിയോ ഇടണ്ടേ. അപ്പോൾ നമുക്ക് കമൻറ്റ് വന്നാൽ അതിനനുസരിച്ച് വീഡിയോ ഇടാം. ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് നല്ല ഉണക്കമീൻ, പാമ്പാട മീൻ വറുത്തതും മോരറിയും പയറുപ്പേരും ചോറും. അപ്പൊ ഇന്ന് പാലക്കാടൻ പാമ്പാടം ഉണക്കമീൻ വറുക്കുന്നത് എങ്ങനെയാ നോക്കാം. അപ്പൊ നമുക്കിന്ന് രാവിലെ തൊട്ടുകൂടെ കറണ്ടില്ല കേട്ടോ, കറണ്ടില്ല. ഈ വെള്ളമില്ലാത്ത കോരിയിട്ട് രാവിലെ അലക്കും. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ രാവിലത്തെ കഴിഞ്ഞു. ഉച്ചത്തെ ചോറ്, കറി, തോരൻ, ഉപ്പേരി നമുക്കൊന്ന് കാണാം. പിന്നെ വന്നിട്ടില്ലേ ഇപ്പൊ എന്താ ഇങ്ങനെ തുമ്പ വരുന്ന അറിയില്ല. അപ്പൊ ഇതിന് മുന്നത്തെ വീഡിയോയില് മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. കറണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ കറണ്ട് വന്നപ്പോ മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല ശബ്ദമുണ്ട്. വോയിസും മോട്ടറിന്റെ ശബ്ദവും കൂടി തമ്മിൽ കുറച്ച് കേൾക്കുമ്പോൾ കുറച്ച് ക്ലിയർ കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ മോട്ടറൊക്കെ ഓഫ് ചെയ്തു. എന്നാലും ഫുള്ളായില്ല, അപ്പോഴും കറണ്ട് പോയി. അപ്പോൾ ഇനി നമ്മൾ വെള്ളം കോരിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പല്ലേ കറണ്ട് ഇല്ലെങ്കിൽ ഒരു പണി നടക്കില്ല കേട്ടോ. വെള്ളമില്ല, പിന്നെന്താ ഒരു പണിയും ചെയ്യാൻ തോന്നുന്നില്ല. ഇനി വൈകുന്നേരത്തെ കറണ്ട് വരണമെങ്കിൽ വൈകുന്നേരം വരെ ഇങ്ങനെ കുത്തിരിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ. എനിക്ക് വയ്യ അമ്മിക്കല്ലിലൊന്നും അരയ്ക്കാൻ. ഞാൻ ആദ്യമൊക്കെ അമ്മിക്കല്ലിലൊക്കെ അരച്ചായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ എപ്പോഴോ കറണ്ട് നോക്കട്ടെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു കറണ്ട് വരാൻ. അപ്പം നമ്മുടെ പിന്നെ മീൻ ശരിയാക്കിട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ്. നല്ല മുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് വറുത്ത് കഴിഞ്ഞാൽ തലയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാവും. ഇനി ഇത് മാങ്ങിയും ഈ മീനും ഇട്ടിട്ട് വെച്ചാണ്ടല്ലോ എന്ത് രുചിയാണ്. അപ്പം മീൻ നമ്മൾ നന്നായിട്ട് കഴുകി റെഡിയാക്കിട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള അരവ് നോക്കാം. ഇതാ ചെറിയുള്ളി വേണം. പിന്നെ കരിയൊന്നുമില്ല കേട്ടോ. നമ്മളിനി പച്ചമുളകും മഞ്ഞൾപ്പൊടിയും വേണം. അപ്പോൾ നമ്മൾ ഒരു തണ്ട് കരിവേപ്പിൻ്റെ ഇലയും 4 വെളുത്തുള്ളി, 4-5 അല്ല ചെറിയ ഉള്ളി, അയ്യോ തെറ്റിപ്പോയി അല്ല ഉള്ളി, ചെറിയ ഉള്ളി, കരിവേപ്പിൻ്റെ ഇല, പിന്നെ ആവശ്യത്തിന് മുളകിട്ട്. എനിക്ക് നല്ല എരിവ് കണ്ടുകൊണ്ട് പച്ചമുളക് ഇതാ ഒരു 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ട്. നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അത്ര നന്നായിട്ട് അരച്ചിട്ടൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്തിട്ടോ. അപ്പം കരിയൊന്നുമില്ല. ഇത് നന്നായിട്ട് നല്ല ഉള്ളിയുടെയും കരിവേപ്പിൻ്റെ ഇലയുടെയും പിന്നെ എന്താ പറയുക വറ്റൽമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് വരും കേട്ടോ നന്നായിട്ട് വറുത്തെടുക്കുമ്പോൾ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് തരാം. അപ്പോൾ തീ കത്തിച്ചു. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി എണ്ണ ഒഴിക്കുക. മീനിടാണേ. മീൻ ഞാൻ നന്നായിട്ട് പരട്ടിയിട്ടില്ല. ചിലപ്പോൾ എല്ലാവരും പാലക്കാട്ടുകാർ ഇങ്ങനെ ആവില്ല വെക്കുക. ഞാനിങ്ങനെ വെക്കുക. ഇതിങ്ങനെ വെതറിയിട്ടിട്ടുള്ളൂ. ഇനിയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ എണ്ണയിലേക്ക് തുള്ളി ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇടും കണ്ടോ. എന്നതിന് ശേഷമാണ് നമ്മൾ മീനിടുന്നത്. കണ്ടോ എൻ്റെ വെപ്പൊക്കെ എങ്ങനെയാണ് കേട്ടോ. ഞാനിങ്ങനെ ഭംഗിയായിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പം നമുക്കിതാ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സംഭവം കൂടി ഇടും. കരിവേപ്പിൻ്റെ ഇല ഇങ്ങനെ വെതറി കൊടുക്കും കേട്ടോ. കാണിച്ചു തരാം. കരിവേപ്പില പറിച്ചിട്ട്
നമുക്ക് കരിവേപ്പിൻ്റെ കിട്ടി. അപ്പം നമ്മുടെ പാമ്പാട മീൻ റെഡി ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.